ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്നോട് മെസ്സേജ് ചെയ്തിട്ട് എൻ്റെ സാരിയുടെ കളക്ഷൻ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഷോർട്ട് വീഡിയോ, ഞാൻ ഉടുത്തിട്ടുള്ള ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് എന്തോന്ന് അറിയില്ല, കുറച്ച് സാരീൻ്റെ കളക്ഷൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ മൂക്കുത്തിൻ്റെ കളക്ഷൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂക്കുത്തിൻ്റെ കളക്ഷൻ ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് സാരീൻ്റെ കളക്ഷൻ മാത്രം കാണിക്കാം. ഇതിനെല്ലാം ഓരോരു കഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് പറയാൻ പറ്റുന്ന കഥയൊന്നുമില്ല. ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ കണ്ടതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മേടിക്കും. ഇതൊരു സാരി, ഇതിന്റെ ബോഡി ഇങ്ങനെയാ വരിക, മുന്താണി ഇങ്ങനെയാ വരിക. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ ഈ ഒരു സാരിയെല്ലാം. നല്ല ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ മെറൂൺ ബോർഡറും. അതുപോലെ ഇത് നല്ല കോഫി ബ്രൗണ് മെറൂൺ ബോർഡർ. ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ്. ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചത്. ബാംഗ്ലൂർ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതായത്. പിന്നെ നല്ല മുട്ടായിൻ്റെ പിങ്ക് കളർ ബോഡിയും അതുമായി തന്നെ ബോട്ടിൽ ഗ്രീനാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ബോട്ടിൽ ഗ്രീന് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. 20 വർഷങ്ങളും പഴക്കമുണ്ടാവും ഈ സാരിക്ക്. ഇതെല്ലാം ഞാൻ ഒറ്റ പ്രാവശ്യം എടുത്ത സാരിയാണ്. ഒറ്റ പ്രാവശ്യം ഇതെല്ലാം എടുത്തിട്ടുള്ളൂ സാരി. എന്താ കളറെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് മെറൂണും സിൽവർ കളർ അടിക്കുന്നത്. ഇതിലത് മുന്താണി പല്ലു വരുന്നത് മെറൂണ്. ഇതാണ് അതിന്റെ പല്ലു. വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നല്ലൊരു നീല. അതിന് വരുന്നത് നല്ല പിങ്കാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്, ഈ ഒരു കളർ. പിന്നെ വരുന്നത് ഗോൾഡൻ. ഈ ഒരു സാരി ഇതിന് സെയിം തന്നെയാണ് വരുന്നത്. പല്ലു വരുന്നത് രണ്ടും സെയിമാണ്. ഇതെല്ലാം സെയിം കളറ്. പിന്നെ ഈ ഒരു സാരി എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരിയാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണത്തിന് അവർ കൊടുത്തുന്ന സാരിയാണിത്. നല്ല നേർക്ക കളറ് ബോഡിയും ബോട്ടിൽ ഗ്രീന് മുന്താണിയും. പിന്നെ ഈ ഒരു സാരി നല്ല മഞ്ഞയും അതുപോലെ തന്നെ എന്താ ഈ കളർ എന്തൊരു പറയാ, എന്തൊരു കളർ പറയാണ്ടല്ലേ ഇനി, ആ ഒരു കളറ് നല്ല ഭംഗിയാണിത്. ഇത് എൻ്റെ മോളാണ് ഫസ്റ്റ് കൊടുത്ത ഈ ഒരു സാരി. അവള് കല്യാണത്തിന് പോകുമ്പോൾ അവളാ കൊടുത്തത് ഈ സാരി ഫസ്റ്റ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത്. റെഡ്. ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് റെഡ് ബ്ലൗസ് വേണം പറഞ്ഞിട്ട് അങ്ങനെ പരുതി പിടിച്ചിട്ട് എടുത്തൊരു സാരിയാണ് ഇതും നല്ലൊരു നീലയാണ്. അതുമാതിരി തന്നെ റെഡ് ബ്ലൗസാണ് വരിക ഇതിന്. ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ് അതിന്റെ മുന്താണി. ഇതെല്ലാം ഭംഗിയാ സാരി കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാരി. ഇങ്ങനെയാണുള്ളത് ഉടുത്താല്. പിന്നെ ഇതെല്ലാം വെച്ചാൽ ഉടുത്തിട്ടേ ഇല്ല. ഇതെല്ലാം മേടിച്ചത് അങ്ങനെ മടക്കി അങ്ങനെ വെച്ച സാരി. ഇതൊന്നും ഞാൻ ഉടുത്തിട്ടേ ഇല്ല ഈ സാരിയൊന്നും. ഇതെല്ലാം സെയിം കളർ തന്നെയാണ്. മുന്താണിയെല്ലാം വരുന്നത് സെയിം കളർ തന്നെ. ഇത് ഞാൻ ഉടുക്കാത്ത സാരിയാണ്. അതുപോലെ ഈ ഒരു ബ്ലൂ ഞാൻ ഉടുത്തിട്ട് ഇതൊരു പ്രാവശ്യം ഉടുത്തിനെന്നാ തോന്നുന്നു. ഇത് നമ്മൾ ഹൗസ് വാമിങ്ങിന് ഉടുത്തിന്. ഒരു പ്രാവശ്യം ഈ സാരി ഉടുത്തിന്. ഇതിന് അതിട്ടേ ഇല്ല. ഇത് ഉടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ. ഇതിന് നിവർത്താൻ കഴിയില്ല. കാരണം ഇതിന്റെ പല്ലുവിൽ ഞാൻ അതുമാതിരി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഇസ്തിരിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാ. ഇത് കണ്ട ഉടുക്കാതെ സാരിയായത്. അപ്പം അത് ഞാൻ നിവർത്തുന്നില്ല. നിവർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത് പോകുന്നത് കൊണ്ട് നിവർത്തുന്നില്ല. നല്ല റെഡ് കളർ. അതുപോലെ തന്നെ റെഡ് കളർ സാരി വേണമെന്ന് കുറേ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ റെഡ് കളർ കിട്ടിയതാണ്. ഇതിന് മഞ്ഞ
ബോർഡർ മഞ്ഞ, അതിൻ്റെ പല്ലും അതുപോലെ തന്നെ മഞ്ഞ വരിക. പിന്നെ ഈ ബ്ലാക്ക് ഞാൻ എടുത്തതാണ്. ഇതിന് കോപ്പറിൻ്റെതാണ് വരുന്നത്. പല്ലു കോപ്പറാണ് വരും. ഇതിങ്ങനെ വരും. ഇത് പല്ലു കാണുന്നുണ്ട് ക്ലിയർ ആയിട്ട്. പല്ലു ഇത് വരുന്നത് ബോഡി. ഇതൊന്നും ഞാൻ ഉടുത്തിട്ടേ ഇല്ല. ഈ ഒരു സാരി ഞാൻ ഉടുത്തിട്ടേ ഇല്ല. ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ മേടിച്ചു വെച്ചിരുന്നല്ലാതെ ഉടുത്തിട്ടില്ല. എപ്പോഴെങ്കിലും കൊടുക്കണം തോന്നി കൊടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ പല്ലു. ഇത് ബോഡി. ഇതിനല്ലേ പല്ലു വരുന്നത്? അതാണ് പല്ലു. അതിൻ്റെ തന്നെ എല്ലാം സ്റ്റെപ്പെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ഞാൻ ഉടുത്തിട്ടേ ഇല്ല. ഇത് നല്ല പിങ്ക് സാരിയാണ്. ഇത് നല്ല കളറാണ്. അതിൻ്റെ പല്ല് വരുന്നത് ഇതാ വരിക പല്ലു. ഇത് ഞാൻ ഉടുത്തിട്ടില്ല. ഇതിൻ്റെ ബ്ലൗസിൻ്റെ തുണിയെല്ലാം മുറിച്ച് വെച്ചിന്. ഇതാണ് ബ്ലൗസിൻ്റെ തുണി വരുന്നത്. ഇതെന്താ കളറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കളറെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഇതിൻ്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. കുറേ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ സാരീൻ്റെ കളക്ഷൻ ഒന്ന് എടുത്തിട്ട് കാണിക്കണം എന്നുള്ളത്. പക്ഷെ പിങ്ക് കളറ്, അതിന് പാരറ്റ് ഗ്രീനാണ് പല്ല് വരുന്നത്. ഇതാണ് പല്ല് വരുന്നത്, പാരറ്റ് ഗ്രീന്. പിന്നെ വരുന്നത് പിന്നെ സെമി സിൽക്ക് വരുന്ന സാരിയാണ്. ഇത് സെയിം അല്ല. മുന്താണി ഇത് പല്ലു ഇത് വരും, ബോഡി ഇത് വരും. സെയിം തന്നെയാണത്. ഇതിൻ്റെ 2 കളറുണ്ട്. ഒരു ഗ്രീനും ബോട്ടിൽ ഗ്രീനും, ഒന്ന് ഈ ഒരു കളറും. ബോട്ടിൽ ഗ്രീന് ഇത് വരും. ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത്. ബോട്ടിൽ ഗ്രീനിൻ്റെ പല്ലു വരുന്നത് ഇത്. ഇതാണ് പല്ലു. അതിൻ്റെ ബോഡി വരുന്നത് ഈ ഒരു കളറ്. ഓരോ ആൾക്കാർക്കും ഓരോരോ സാരിനെ പറ്റിയിട്ട് ഓരോരോ മെമ്മറി ഉണ്ടാവും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മെമ്മറി ഒന്നുമില്ല. ഇത് നല്ല പിങ്ക് കളർ സാരി. അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബോട്ടിൽ ഗ്രീനും അല്ല പാരറ്റ് ഗ്രീനും അല്ലാതൊരു കളറാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ഇതാണ് അതിൻ്റെ പല്ല്. ഇതും എനിക്ക് ഇഷ്ടമാണ് കളറ്. ഇതെല്ലാം ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ വേറെ ഒന്ന് പാരറ്റ് ഗ്രീന് ബോഡി വരും. നല്ല നീല. ഇതാണ് പല്ല് വരുന്നത്. നല്ല നീല കളർ പല്ല്. സാധാരണ സാരി മേടിക്കാറില്ല. അവർക്ക് ചുരിദാറിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട്, അതായത് നമ്മൾക്ക് ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനിൽ മുമ്പ് സാരി എടുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് മേടിച്ച സാരി കളക്ഷൻ ആയതല്ലോ. പിന്നെ ഇതൊരു നീല എന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്കോക്ക് ബ്ലൂവിന് മജന്തയല്ലേ ഇത് കളർ വരുന്നത്. ഇതാണ് പല്ല് വരുന്നത്. നല്ല മജന്ത കളർ പല്ല്. ഇതന്നെ ബ്ലൗസും വരും. ഇതാണ് ബോഡി വരുന്നത്. പിന്നെ ഗോൾഡൻ യെല്ലോ. ഇതെല്ലാം ഇതിൻ്റെ പല്ലു എല്ലാം സെയിം. ഇതാണ് പല്ല് വരുന്നത്. ബോഡി വരുന്നത് ഇത് സെയിം കളറ്. ഇതെല്ലാം ആ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളതെല്ലാം ആ ഒരു കാലത്തുള്ളൊരു ട്രെൻഡാണ്. ഇതെല്ലാം എത്രയെങ്കിലും ഇതൊക്കെ എൻ്റെ മൂക്ക് 6 7 മറ്റേ പഠിക്കുമ്പോൾ മേടിച്ചതാണ്. അത്രയും പഴക്കമുണ്ട് ഈ ഒരു സാരിക്ക്. പിന്നെ അതുമായി തന്നെ ഈ ഒരു കളറ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഇത് കല്യാൺ സാരീസിൽ പോയിട്ട് മേടിച്ച സാരിയാണിത്. അപ്പം അവിടെ പോയിട്ട് സാരിക്ക് നോക്കിയപ്പോൾ കുറേ കളർ സാരി കണ്ട് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഈ ഒരു സാരി പെട്ടത്. അപ്പോഴും തന്നെ ഈ ഒരു സാരി അങ്ങോട്ട് പോക്കി. അതിൻ്റെ പല്ല് വരുന്നത് സെയിം തന്നെയാണ്. ഇതാണ് പല്ല് വരുന്നത്. കാണുന്നുണ്ടോ പല്ല് ശരിക്ക്? അതിൻ്റെ ബോഡി ഇതാ വരും. നല്ല ഭംഗിയാണ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതിങ്ങനെ ഒരു മജന്തേനകത്ത് സിൽവർ കളറ്, ഇതാണ് മജന്തേനകത്ത് സിൽവർ കളർ സ്ട്രൈപ്പ് വരും. അതുപോലെ തന്നെ സിൽവർ കളറിൻ്റെ ഇതിൻ്റെ ഇത് കണ്ടോ ബോർഡർ, നല്ല രീതിയിലുള്ള ബോർഡറാണ്. ഇവിടെ തൊട്ട് ഇത്ര വരെയുള്ള ബോർഡർ. അതിൻ്റെ പല്ല് വരുന്നത് ഇതിൻ്റെ ഫ്രിഞ്ച് 2 സൈഡ്.
ഇങ്ങനെ ഒരു മാരത്തെ ഫ്രിഞ്ചാണ് വരുന്നത്. ഇത് ആനയാണ്. ഇതും നല്ല സാരിയാണ്. ഇതൊന്നും ഉടുത്തു കഴിഞ്ഞാൽ ഉടുത്തിനും തിരിയില്ല, അത്രയും നേരിയ സാരിയായത്. പിന്നെ ഒരു വയലറ്റ് സാരി. ഇതിൽ കല്യാൺ സിൽക്ക് നമ്മൾ കല്യാൺ സാരീസ് നിന്ന് വളരെ കുറവേ ഞാൻ മേടിച്ചില്ല. അനശ്വര, കല്യാൺ സിൽക്ക്, പിന്നെ സൂര്യനും അങ്ങനെ കുറേ സാരി മേടിച്ചിട്ടില്ല. ഞാൻ കല്യാൺ സിൽക്ക് അധികം മേടിക്കും. കല്യാൺ സിൽക്ക് നമ്മളെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എത്ര മിനിറ്റ്, നമ്മൾ 7 മിനിറ്റ് അല്ലേ, 7 മിനിറ്റ് നടക്കണ ദൂരേ ഉള്ളൂ കല്യാൺ സിൽക്കിലേക്ക്. അപ്പം അതുകൊണ്ട് അധികം അവിടെ തന്നെയാണ് മേടിക്കുക. ഇതൊന്ന് അപ്പം ഇങ്ങനെ സാരിയും കല്യാൺ സിൽക്കിന് ഇങ്ങനെ സാരി ഓരോ സാധനം നമ്മൾ ചുരിദാർ സെറ്റ്, ഷർട്ട് അങ്ങനെ ഓരോന്നും മേടിക്കില്ല. അങ്ങനെ മേടിച്ചിട്ട് അത് അവിടെ എനിക്കൊരു പോയിന്റ് ആയിരുന്നു, 2000 സംതിങ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ വേറൊരു സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ 2000 സംതിങ്ങിൻ്റെ ഇത് പോയിന്റ് ആയിരുന്നു. അതെന്തെങ്കിലും പൈസ കുറക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെന്തെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിന് എനിക്ക് ചുരിദാർ കിട്ടീനെ. പിന്നെ ഈ ഒരു ഇത് നല്ല പീച്ച് കളറും പീച്ചിന് ബോട്ടിൽ ഗ്രീന്, മുന്താണി വരുന്നത് ബോട്ടിൽ ഗ്രീന്, നല്ല പീച്ച് കളറാണ്. നല്ല കളേഴ്സാണ്. എല്ലാവരും മേടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്താണി ഇത് വരുന്നത് കണ്ടോ, ഇതിൻ്റെ പല്ല് വരുന്നത് ഇതാണ്, ഇങ്ങനെ സ്ട്രൈപ്പ്. പിന്നെ ബോഡി വരുന്നത് ഈ കളറ്. ഈ ഒരു സാരി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇഷ്ടം തോന്നി. പിന്നെ നോക്കുമ്പോൾ ഈ ഒരു മഞ്ഞ എനിക്കൊരു സുഖം കിട്ടുന്നില്ല. മോള് കുറേ ഈ സാരിക്ക് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു പ്രത്യേകത ഒരു സാരിക്കുണ്ട്. ആ ഒരു പ്രത്യേകതയുള്ള സാരി ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഈ ഒരു സാരി എൻ്റെ അനിയൻ്റെ, അതായത് ഹസ്ബൻഡിന് അനിയൻ്റെ കല്യാണത്തിൻ്റെ സാരിയായത്. നല്ല മിഠായിൻ്റെ പിങ്കും സെയിം കളർ തന്നെ ബോർഡർ വരുന്നത്. ഇതാണ്ടോ, അല്ല പല്ലു വരുന്നത് ഇതാണ് പല്ലു. പിന്നെ വരുന്നത് ഈ ഒരു സാരി. ഇത് പീക്കോക്ക് ബ്ലൂവും മജന്ത ബോർഡർ വരും. ഇതെല്ലാം എത്രയോ വർഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 26 വർഷം മുന്നിലുള്ള സാരിയായത്. 26, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ സെക്കൻഡ് സാരിയാണ്. ഇത് അന്നുടുത്തതാണ്. അന്നേരം സർക്കാരത്തിൻ്റെ പരിപാടികളുണ്ടല്ലോ, അന്നുടുത്ത സാരിയായത്. പിന്നെ ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല. സാരി സ്വതവേ ഞാൻ ഉടുക്കയില്ല. ഇപ്പം കുറച്ച് കാലമായിട്ട് എനിക്കൊന്നൊരു 1-2 വർഷമായിട്ട് എനിക്ക് സാരിയോടൊരു പ്രാന്ത് വന്നത്. അതിനുശേഷം സാരി ഇങ്ങനെ മേടിച്ചു നോക്കും, ഉടുക്കൂല, സാരി ഇങ്ങനെ മേടിച്ചു നോക്കും. ഉടുക്കാത്ത കുറേ സാരി ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാരിയായത്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്മളെ കല്യാണത്തിന് ഷിനോജാട്ടൻ ഇട്ട മുണ്ടും ഷർട്ടും ആയത്. അതുമായി തന്നെ എൻ്റെ കല്യാണ സാരി ആയത്, 26 വർഷം മുന്നുള്ള കല്യാണ സാരി. കല്യാണത്തിന് ഉടുത്തിന്, പിന്നെ എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഞാൻ ഇത് ഉടുത്തിന്. അങ്ങനെ 2 പ്രാവശ്യം ഈ സാരി ഞാൻ ഉടുത്തത്. കുറച്ച് വെയിറ്റായി സാരി. ഇതാണ്. എങ്ങനെയുണ്ട് ഈ സാരി? ഇതിൽ ഏത് സാരിയാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാരി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഈ സാരി ഇഷ്ടമായിട്ടുണ്ടോ എല്ലാവർക്കും? എൻ്റെ കല്യാണ സാരി. ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതിനല്ല വരുന്നത്, എന്താ ഇതാണ് മുന്താണി. ഇതാണ് ഇത് പല്ല് വരുന്നത്. ഇതാണ്. എങ്ങനെയുണ്ട് ഈ സാരി? നല്ല സാരിയല്ലേ? അപ്പൊ എൻ്റെ മോളുണ്ട് ഈ സാരി കണ്ടപ്പോൾ അവള് കണ്ടിട്ട് ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഈ സാരി കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് അവൾ ഈ സാരി കാണുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, അമ്മ എനിക്ക് ഈ സാരി ഒന്ന് ഉടുപ്പിച്ചേർന്നേന്ന്. അപ്പം നാളെ ഇതായിരിക്കും പരിപാടി. പിന്നെ ഈ ഒരു സാരി, ഇതും അതുമായി തന്നെ എൻ്റെ മോക്ക് 25 വയസ്സായി. എൻ്റെ മോളെ പ്രായം എന്ന് പറയാൻ പറ്റില്ല. കാരണം 5-ാം മാസം നമുക്കൊരു പുങ്ങന്നല്ലേ പറയാ, പുങ്ങത്തിൻ്റെ ചടങ്ങുണ്ടല്ലോ. അന്ന് എനിക്ക് ഷിനോജാട്ടൻ്റെ പപ്പ എനിക്ക് മേടിച്ചെന്ന സാരിയായത്. അന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട്, പുങ്ങത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് എനിക്ക് ഷിനോജാട്ടൻ
ഒരു ചുരിദാർ മേടിച്ചതുകൊണ്ട് അന്ന് ഞാൻ ചുരിദാർ ഇട്ടത്. അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് ഞാൻ ഈ സാരി ഉടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ മടക്കി വെച്ചതാണ് ഈ സാരി. എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയില്ലേ, ഇതൊരു പുങ്ങത്തിന് പപ്പം മേടിച്ചെന്നുള്ളൊരു ഓർമ്മയില്ലേ ഈ ഒരു സാരിക്ക്. അപ്പം മോള് പറയുന്നുണ്ടായിരുന്നു ഇതിന് നമുക്ക് പാവടയും ബ്ലൗസിൽ അടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്ര കാലമായിട്ട് അവൾ അടിച്ചിട്ടില്ല. അപ്പം ഇനിയും കളക്ഷൻ ഉണ്ട്. ഇനിയൊരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത തീരാത്ര കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം സിൽക്കിൽ പെടുന്നതാണ്. ഇതെല്ലാം സിൽക്കിൽ പെടുന്ന സാരിയാണ്. എല്ലാം ഞാൻ കാണിക്കുന്നില്ല. അതിൽ 3 സാരി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ എടുത്തതാണ്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ പോയിട്ട് കല്യാൺ സിൽക്കിന് എടുത്ത സാരിയാണ്. അപ്പോൾ ലൈറ്റ് കളർ സാരി ഞാൻ സാധാരണ എടുക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല ലൈറ്റ് കളർ. എനിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഡാർക്ക് കളറ്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ തുണി കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്, ടെമ്പിൾ ഡിസൈന്. ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു കളർ എടുത്ത്, പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് അവർ രണ്ടാളും വേറെ കളർ എടുത്ത്. ഇതന്നെ ഡിസൈനെല്ലാം സെയിം തന്നെ. ഒരു പോത്തീസ് എടുത്തതാണ്. ഇത് നമ്മൾ സാരി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ നേരത്തെ ഒരു കോഫി ബ്രൗൺ കാണിച്ചില്ല, അത് പോത്തീസ് എടുത്തതാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയി. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇഷ്ടമായി, നിറച്ച് പൂക്കളെല്ലാം കൊണ്ട്. ഇതിൻ്റെ ബ്ലൗസിന് സുഖമില്ല. ഇതിൻ്റെ പല്ല് വരുന്നത് ഇതാണ് പല്ല്. അപ്പം ഇതിൻ്റെ ബ്ലൗസും ഇതിൻ്റെ ബ്ലൗസാണ് ഞാൻ ഇതിനിട്ടത്. അപ്പോൾ നല്ല മാച്ച്. അപ്പം പിന്നെ ഒരു സാരീൻ്റെ ബ്ലൗസ് തന്നെ ഇട്ടു. അതുപോലെ തന്നെ നമുക്കൊരു വയനാട് നിന്നൊരു മലയാളി മങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോ മാതിരി അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്, കഴിഞ്ഞ ഓണത്തിന്. അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മലയാളി മങ്കേൻ്റെ എനിക്ക് മുണ്ടും വേഷ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ സാരി നിനക്ക് ഉണ്ടായില്ല, കേരള സാരി നടക്കില്ല. അപ്പോൾ അന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട് ഇതും ഞാൻ കല്യാൺ സിൽക്ക് പോയിട്ട് മേടിച്ച് വന്ന സാരിയാണ്. അന്ന് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത്. ഇങ്ങനെ വരും ഡോട്ട്. സാരി കളക്ഷൻ കുറേ ഉണ്ട്, പക്ഷേ എങ്കിൽ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയമാവും. അതുകൊണ്ട് ഈ ഒരു കളക്ഷൻ മാത്രം ഞാനിപ്പം കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് കളറാണ്, ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതുമായിട്ട് ഇനി ഏതെങ്കിലും വെറൈറ്റി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് കാണിക്കാം. അപ്പം മൂക്കുത്തിൻ്റെ വീഡിയോ ഇടണമെന്ന്, മൂക്കുത്തിക്ക് കളക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇടണമെന്ന് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഒരു ദിവസം ഇടും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഇതുമായിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.